CPM ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം. 1998 EMS അന്തരിക്കുമ്പോൾ അന്ന് കേരളത്തിലാകെ ചർച്ചയുണ്ടായി EMSന് ശേഷം ആര് എന്ന്. അപ്പോൾ പല എഴുത്തുകാരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ എം എ ബേബി എന്നാണ് പറഞ്ഞത്. 27 വർഷങ്ങൾക്ക് ശേഷം EMS ഇരുന്ന അതേ കസേരയിലേക്ക്, ജനറൽ സെക്രട്ടറിയുടെ കസേരയിലേക്ക് ശ്രീ എം എ ബേബി ഇരിക്കുമ്പോൾ EMSന്റെ പിൻഗാമിയായി ജനറൽ സെക്രട്ടറി ആവുകയാണ് കേരളത്തിൽ നിന്ന് ഒരാൾ. എന്താണ് തോന്നുന്നത്? ഇത് വളരെയധികം സംഭ്രമിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരു പരിധിവരെ അനുചിതവുമായിട്ടുള്ള ഒരു അവതരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം EMS ഒരു മഹാപർവ്വതമാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു മൺപുറ്റ് മാത്രമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. നമ്മുടെ എല്ലാം ഓരോ സമൂഹത്തിനും ഒരു ജീവിതമുണ്ട്, ഓരോ വ്യക്തിക്കും ഒരു ജീവിതമുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിനിടയിൽ ചില ചുമതലകളിലേക്ക് വ്യക്തികൾ കൈപിടിച്ച് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ആ പ്രത്യേക ചുമതല മുമ്പ് വഹിച്ച ആളുകളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ തന്നെ അധൈര്യമുണ്ടാവാം. കാരണം EMS മാത്രമല്ല, ഇപ്പോൾ ഞാനൊക്കെ ജീവിച്ച കാലത്തിൻ്റെയും എനിക്ക് ജന്മം കിട്ടിയ കാലത്തിൻ്റെയും ഒരു പ്രത്യേകത കൊണ്ട് ആവാം പി സുന്ദരയെ പോലുള്ളവരുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. 1974 കൽക്കട്ടയിൽ വെച്ച് നടന്ന SFIയുടെ 2ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടു. G. സുധാകരൻ, തോമസ് ഐസക്ക്, അങ്ങനെ ഞങ്ങൾ കുറേ പേര്. ഞാനൊക്കെ അന്ന് വളരെ പ്രായം കുറവാണ്. എന്ന് പറഞ്ഞാൽ 74 എന്ന് പറയുമ്പോൾ 20 വയസ്സായിട്ടേ ഉള്ളൂ ആ പ്രായത്തിൽ. ഞാനിപ്പോൾ കണക്കൂട്ടും. അപ്പോൾ അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് പി എസ് എന്നാണ് ഞങ്ങൾ പി സുന്ദരയെ വിളിക്കുന്നത്. അന്ന് ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഉപദേശിക്കുകയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഞങ്ങൾക്ക്, ഞാനിപ്പം പാർട്ടി ജനറൽ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് PS ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവിടെയാണ് നിങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ താരതമ്യപ്പെടുത്താനേ കഴിയില്ല. കാര്യം അത് വേറൊരു യുഗമായിരുന്നു. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരത്തിലൂടെ വളർന്നു വന്നു. അതുകൊണ്ട് EMSന്റെ ഇരുന്ന ചുമതല ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നോട് തീരെ കാരുണ്യമില്ലാത്ത ഒരു അവതരണമായിപ്പോ എന്നാണ് എനിക്ക് പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ളവർ ജീവിച്ചിരിപ്പില്ല.